ലണ്ടനിൽ നിന്നും മടങ്ങിയെത്തിയ അണ്ണാമലൈ മികച്ച ഫോമിലായിരുന്നു. തമിഴ്നാട്ടിലെ സർവകലാശാലയിൽ നടന്ന പീഡന വിവരമറിഞ്ഞ ഉടനെ അവിടെ കടന്നെത്തി സ്വയം ചാട്ടവാറടിച്ച് പ്രതിഷേധിച്ച അണ്ണാമലൈ തമിഴ്നാട്ടിൽ BJPയുടെ തിരിച്ചുവരവാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്തു. എന്നാൽ BJP തിരിച്ചുവരവ് നടത്തുമ്പോൾ മുന്നിൽ നിൽക്കാൻ അണ്ണാമലൈ ഉണ്ടാകുമോ എന്നാണ് അറിയാനുള്ളത്. അണ്ണാമലയുടെ അടപ്പൂരമെന്ന് തമിഴ്നാട്ടിലെ മറ്റ് BJP നേതാക്കന്മാർ ഇപ്പോൾ പരസ്യമായി വെല്ലുവിളി നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടെ ശരിക്കും പണിപാളി അവസ്ഥയിലായി തമിഴ്നാട്ടിലെ BJP അധ്യക്ഷൻ. ചാട്ടവാറടിയേറ്റ് ദേഹം ആസകലം മുറിഞ്ഞാൽ എന്താണ്? തമിഴ്നാട്ടിൽ രണ്ടാം അംഗം തുടങ്ങാമെന്ന ചിന്തയിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയ അണ്ണാമലൈ മണ്ടനായെന്ന് പറഞ്ഞാലും തെറ്റു പറയാനാകില്ല. അണ്ണാമലയുടെ കാലാവധി കേന്ദ്ര നേതൃത്വം നീട്ടി നൽകിയതിനെ തുടർന്നായിരുന്നു അസംതൃപ്തർ തലപൊക്കി രംഗത്ത് വന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് BJP ദേശീയ നേതൃത്വം നടപടി ആരംഭിച്ചതോടെയാണ് അണ്ണാമലയ്ക്കെതിരായുള്ള നീക്കം സജീവമായത്. അണ്ണാമലൈ മിടുക്കനാണെന്നും തൽക്കാലം അധ്യക്ഷ സ്ഥാനത്ത് തന്നെ തുടരുന്നതിൽ എന്താണ് തെറ്റുമെന്നുമാണ് കേന്ദ്ര നേതൃത്വം ചിന്തിച്ചത്. എന്നാൽ അത്തരം പരിപാടികൾ തമിഴ്നാട്ടിൽ വേവില്ല എന്നും അണ്ണാമലയെ മാറ്റാതെ ക്ലച്ച് പിടിക്കില്ല എന്നും തമിഴ്നാട്ടിലെ BJPക്കാർ ഒറ്റക്കെട്ടായി അറിയിച്ചതോടെ വെട്ടിലായത് കേന്ദ്ര നേതാക്കൾ കൂടിയാണ്. തമിഴ്നാട്ടിൽ അണ്ണാമലയേക്കാൾ സീനിയറായ നേതാവായ തമിഴ്സൈ സൗന്ദരരാജനാണ് പടപ്പുറപ്പാടിന് ചുക്കാൻ പിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം മിഷൻ അണ്ണാമലയുമായി തമിഴ്സൈ സൗന്ദരരാജൻ പാർട്ടി അധ്യക്ഷൻ JP നദ്ദയെ ഡൽഹിയിൽ എത്തിക്കണ്ടിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡിക്കാണ് നേരത്തെ നൽകിയിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നേരിട്ട പരാജയത്തെ തുടർന്ന് അണ്ണാമലയെ നീക്കാൻ മുതിർന്ന നേതാക്കൾ പലരും ശ്രമിച്ചിരുന്നു. എന്നാൽ ദേശീയ നേതൃത്വം ഈ നീക്കം മുളയിലെ നുള്ളിക്കളഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തമായ സഖ്യമില്ലാതെ DMKയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് BJPയിലെ അണ്ണാമലൈ വിരുദ്ധ നേതാക്കളും വിലയിരുത്തുന്നത്. മുഖ്യ പ്രതിപക്ഷമായ അണ്ണാ DMKയുമായി കൈകോർത്ത സഖ്യം ശക്തിപ്പെടുത്താൻ കഴിയില്ല എന്നിരിക്കെ അണ്ണാമലയെ വാഴിച്ചത് കൊണ്ട് എന്താണ് ഗുണമെന്നും BJPക്കാർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അണ്ണാമലൈ പാർട്ടിയുടെ തലപ്പത്ത് തുടരുന്ന കാലത്തോളം സഖ്യമുണ്ടാക്കാൻ അണ്ണാ DMK തയ്യാറാകില്ല എന്നും അതുകൊണ്ട് അധ്യക്ഷനെ മാറ്റില്ല എന്നുമാണ് നേതാക്കൾ പറയുന്നത്. സംസ്ഥാനത്തെ ഭൂരിപക്ഷം മുതിർന്ന നേതാക്കളും അണ്ണാമലയ്ക്കെതിരായ എതിർപ്പ് ശക്തമായതിനാൽ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും നീക്കാതെ മറ്റു മാർഗങ്ങളില്ല എന്ന അവസ്ഥയിലേക്ക് BJP കേന്ദ്ര നേതാക്കൾ എത്തിയതായും ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അണ്ണാമലയെ ഡൽഹിയിലേക്ക് പറപ്പിച്ച ദേശീയ തലത്തിൽ എന്തെങ്കിലും സ്ഥാനം നൽകി മൂലക്കിരുത്താമെന്ന കോംപ്രമൈസിലാണ് നിലവിൽ BJP എത്തി നിൽക്കുന്നത്.